ലോക പ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവലിലെ എണ്ണ നിറച്ച കഞ്ഞി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അയാളുടെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞുവരുന്നു. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയായ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു മലയുടെ മുകളിലായിരുന്നു അതിമനോഹരമായ കൊട്ടാരം. അതിമനോഹരമായ കൊട്ടാരത്തിലേക്ക് അവൻ പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. എന്നാൽ അവന്റെ കണക്കൂട്ടെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള പരിഭവ സങ്കടങ്ങളുമായി നിരവധി പേർ ജ്ഞാനിയെ കാണാൻ നിൽക്കുന്നതാണ് അവൻ കാണാൻ സാധിച്ചത്. പലരും വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ കാര്യം മനസ്സിലായത്. ദൂരെ നിന്ന് ഓരോരുത്തരുത്തായി ഞാൻ സംസാരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു. 2 മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഗുരുവിന്റെ പക്കൽ എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഗുരു പറഞ്ഞു, എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. നീ എന്നെ കൊട്ടാരത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനോട് പറഞ്ഞു, ദാ ഈ സ്പൂണിൽ 2 തുള്ളി എണ്ണ പിടിച്ചോളൂ. നടക്കുമ്പോൾ താഴെ തുള്ളി പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അങ്ങനെ കൊട്ടാരം കണ്ടു. ഗുരു അവനോട് ചോദിച്ചു, നീ എന്റെ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കൈകൊണ്ട് നെയ്തതാണ്. നീ എന്റെ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ എത്ര വർഷമെടുത്തെന്നോ? ഒരു 10 വർഷമെങ്കിലും എടുത്തു കാണും. നീ എന്റെ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിലെ ഓരോ തികൽത്താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. അതെല്ലാം കേട്ട് അവൻ പകച്ചു നിന്ന് പോയി. താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിൽ എണ്ണയിലായിരുന്നല്ലോ. അങ്ങനെ വാസ്തവം പറഞ്ഞു ബുദ്ധസമ്മതം നടന്നു. ഗുരു അവനെ സമാധാനിപ്പിച്ചോണ്ട് പറഞ്ഞു, സാരമില്ല, നീ ഒന്നും കണ്ടില്ലല്ലോ. നീ ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ചു കണ്ടിട്ട് വരും. അവൻ ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ചു കണ്ടു. ഇത്തവണ അവനെല്ലാം ആസ്വദിച്ചു. ചുമരിലെ കലാസൃഷ്ടികൾ, ഗുരു പറഞ്ഞ തിരശീല, ഉദ്യാനം, ഗ്രന്ഥപുര, അങ്ങനെ എല്ലാം കണ്ടു. 2 മണിക്കൂറുകൾക്ക് ശേഷം അവൻ വീണ്ടും ഗുരുവിന്റെ പക്കൽ എത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിനോട് വിസ്തരിച്ച് പറഞ്ഞു. ഗുരു അവനോട് ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ സ്പൂണിലെ 2 തുള്ളി എണ്ണ എവിടെ? അവൻ മറുപടി ഉണ്ടായിരുന്നില്ല. നീ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒറ്റപ്പാടമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. എന്നാൽ കയ്യിലിരിക്കുന്ന ആ സ്പൂണിലെ 2 തുള്ളി എണ്ണ ഒരിക്കലും നഷ്ടമാകാനുള്ള ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും സ്നേഹവുമാണ്. ലക്ഷ്യം ഒരിക്കലും മറക്കാതിരിക്കുക. 2 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.